ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ പ്രഗ്നൻസിയിലെ ലാസ്റ്റ് ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളും അതേപോലെ തന്നെ എന്നാണ് നമുക്ക് അഡ്മിറ്റ് ആവാനായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെയിൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഈ കാലത്ത് എണീറ്റ് നോക്കുമ്പോഴാണ് കേട്ടോ നല്ല മഴ പെയ്തിട്ട് മുറ്റത്തൊക്കെ നിറയെ വെള്ളമായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുറ്റത്ത് ഇറങ്ങാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ. കാരണം നിർത്താതെ ഇതേപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് മോളേനെ എണിപ്പിച്ച് അവളെനെ കുളിപ്പിച്ച് ഇതുപോലെ ചായ ഒന്നും കുടിക്കാനായിട്ട് അധികം നേരം നിന്നില്ല. കാരണം നമുക്ക് 7 മണിയാകുമ്പത്തേന് ഇറങ്ങണം കേട്ടോ. പിന്നെ മോളാണെങ്കിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഛർദ്ദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് അവൾക്കായാലും ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതേ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അതേ ഫുള്ള് ഇതേപോലെ തന്നെ വഴിയുടെ അവിടെ ആയാലും ഭയങ്കരമായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ നീന്തി കടന്നതിന് ശേഷം വേണം നമുക്ക് റോഡിൻ്റെ അടുക്ക് എത്താനായിട്ട്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ഇതേപോലെ ഇറങ്ങുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ റോഡിൻ്റെ അടുക്ക് എത്തിയപ്പോഴത്തേനും അമ്മമ്മയും മോളും കൂടി വേഗം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് നടക്കാനായിട്ട് എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഭയങ്കരമായിട്ടും ഈ ശ്വാസം മുട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് നടക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പതുക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് നമ്മൾ ഡെയിലി പോണ ഒരു ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 7:20 കേട്ടോ ആ ഒരു ബസ്. അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കുന്നംകുളത്തേക്ക് പോകാനുള്ള ബസ്സായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ ആ ഒരു ബസ് ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ ബസ്സിലാണ് പോയത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് 2 ബസ്സൊക്കെ മാറി കയറണം. അങ്ങനെ നമ്മൾ കുന്നംകുളത്ത് എത്തി. പിന്നെ ആശുപത്രിയിലേക്ക് ഇതേപോലെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 8:45 ആകുമ്പോഴത്തേനും ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, ഡോക്ടർമാരൊന്നും വന്നിട്ടുണ്ടാവില്ല എന്ന്. പക്ഷേ ഒ പിയുടെ അവിടെയൊക്കെ ഇതേപോലെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ഒ പി ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എടുക്കണം, അതേപോലെ തന്നെ അമ്മയ്ക്ക് ഒന്ന് കാണിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒ പി ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒ പി ടിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കാലത്ത് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ 2 കാപ്പിയും ഇതേപോലെ തന്നെ ഇവർ 2 സമൂസ കഴിച്ച് ഞാനും ഒരു പരിപ്പോടെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഡോക്ടർ വരാനായിട്ട് എന്തായാലും 9:30-10 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ അത്ര നേരം നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ചായ കുടിക്കാനായിട്ട് പോയിട്ടോ. പിന്നെ ഇവിടെ അടുത്തായിട്ട് വേറെ വലിയ ഹോട്ടലൊന്നുമില്ല, കുറച്ച് അങ്ങോട്ട് പോകണം. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്ന നേരത്തായിട്ട് ഭയങ്കര മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഈ ഒരു മഴയത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നനയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ അടുത്തുള്ളൊരു ക്യാൻറ്റീനിൽ കാപ്പിയും അതേപോലെ തന്നെ പരിപ്പോടയും കഴിച്ചിട്ടോ. പിന്നെ എൻ്റെ പരിപ്പോട നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മോളത് വീണ്ടും ഒരു പരിപ്പോട മേടിച്ചു. ഞങ്ങൾ ഒരു ഇതേപോലത്തെ വട്ടയപ്പം കൂടി മേടിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇതേപോലെ ഡോക്ടറുടെ അവിടെ ആയിട്ട് ഇരിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് ഇതേപോലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സമയം വൈകും തോറും ആൾക്കാരുടെ എണ്ണം ഇതേപോലെ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നമ്പർ 17 ആയിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് ഇതേപോലെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 14 കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്പർ ആകുമ്പോഴത്തേനും നമ്മൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ പിന്നെ വേറെ നമ്പറൊക്കെ കയറിപ്പോട്ടെ. പിന്നെ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ഒരു സൈഡിൽ ഇതേപോലെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറിനെ കണ്ടു. അതിന് ശേഷം നമ്മൾ PV ഒക്കെ ചെയ്തതിന് ശേഷം ഇറങ്ങിയിട്ടോ. പിന്നെ PV ചെയ്യുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, കുഴപ്പമില്ലാണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നമുക്ക് 2 മെഡിസിൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അയണും അതേപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ആ ഒരു മെഡിസിൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഇതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ഫാർമസിയിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ആദ്യം തന്നെ അവിടെ ടോക്കൺ എടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 187ാമത്തെ ടോക്കൺ നമ്പർ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് ടോക്കൺ വിളിക്കാനായിട്ട് ഇതേപോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ടോക്കൺ നമ്പറൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഞാൻ മരുന്ന് മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വേഗം തന്നെ മരുന്നൊക്കെ കിട്ടുകയും ചെയ്തു. അങ്ങനെ പിന്നെ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് അക്ഷയയിലേക്ക് ഒന്ന് പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ പോവുക. അവിടെ ഇതുപോലെ തന്നെ കുറേ പച്ചക്കറിയും അതേപോലെ തന്നെ മാങ്ങയും നാരങ്ങയും ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിൽ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റോഡിൽ ഫുള്ളായിട്ട്
വെള്ളം കെട്ടി കിടക്കുകയാണ് കേട്ടോ. പറമ്പ് ഏതാ, റോഡ് ഏതാ, അതേപോലെ തന്നെ തോട് ഏതാന്ന് ഒന്നും അറിയാത്ത അവസ്ഥയാണ്. അതേപോലെ ആയിരുന്നു കേട്ടോ വെള്ളം റോഡിൽ കെട്ടി കിടക്കുന്നുണ്ടായിരുന്നത്. നിർത്താതുള്ള മഴ കാരണം ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് എന്താണ് ഡോക്ടർ പറഞ്ഞത്, അതേപോലെ തന്നെ എന്നാണ് അഡ്മിഷൻ്റെ ഡേറ്റ് കിട്ടിയതെന്നൊക്കെ നമുക്കറിയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. അന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് തിങ്കളാഴ്ച, അതായത് കറക്റ്റ് 23-ാം തീയതി ആയിട്ട് അഡ്മിറ്റ് ആവാനായിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്, ജൂൺ 23-ന് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് PV ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയുടെ പൊസിഷനും കാര്യങ്ങളും വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ PV ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യത്തെ ഡെലിവറിയിൽ എന്താണ് ഈ PV അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു PV എന്തായാലും ഈ ഒരു ആഴ്ചയിൽ ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പം അത് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ടെൻഷനും അതേപോലെ തന്നെ പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. PV ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ ഡോക്ടർ ഇതേപോലെ തിങ്കളാഴ്ച ആയിട്ട് അഡ്മിറ്റ് ആവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഡേറ്റ് കുറച്ച് ഇങ്ങനെ ഭയങ്കര സംസാരിക്കുമ്പോഴായാലും അതേപോലെ തന്നെ നടക്കുമ്പോഴായാലും ശ്വാസത്തിൻ്റെ കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിട്ടൊന്ന് ഡോക്ടർ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഡേറ്റ് പറഞ്ഞത് കൊണ്ടാണ് തോന്നുന്നു ഡെലിവറി ഡേറ്റ് ആർക്കും തോറും ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട്, അതേപോലെ തന്നെ നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഓരോ ദിവസം കഴിയുന്തോറും ടെൻഷനും അതേപോലെ തന്നെ പേടിയും കൂടി വരികയാണ്. കാരണം ആദ്യത്തേന് കുറച്ചധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയൊന്നും ഉണ്ടാവല്ലേ എന്നാണ് കേട്ടോ ഒരു പ്രാർത്ഥനയായിട്ടുള്ളത്. മോളേനെ ഇതേപോലെ തന്നെ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് ഞാൻ കാലത്ത് ഒരു 7:45 ആ ഒരു സമയത്ത് ലേബർ റൂമിൽ കയറിയിട്ട് പിന്നെ ഞാൻ ആ ഒരു ലേബർ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് രാത്രി 10 മണി 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്രാവശ്യം ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നല്ല പേടിയാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ലേബർ റൂമിൽ നിന്ന് തിരിച്ച് വരണേന്നുള്ള ആ ഒരു പ്രാർത്ഥനയൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഡെലിവറിക്ക് തന്നെ അത്യാവശ്യം വേദനയും കാര്യങ്ങളും സഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എനിക്ക് നല്ല ടെൻഷനുണ്ട്, എങ്ങനെയാവും എന്താവും ഒന്നും അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ ദിവസങ്ങൾ അടുക്കും തോറും നമുക്ക് ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും കേട്ടോ. ഭയങ്കരമായിട്ട് നടുവേദന അതേപോലെ തന്നെ അടിവയറൊക്കെ ഭയങ്കരമായിട്ട് വേദനയും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ സംസാരിക്കുമ്പോഴായാലും അതേപോലെ തന്നെ നടക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു ശ്വാസത്തിൻ്റെ ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫ്. അതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ കുറച്ച് പേര് ഇതുപോലെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇരിക്കുന്ന സമയത്ത് തലവണൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. ഞാൻ അധികം നേരം ഒന്നും സ്റ്റിച്ച് ചെയ്യാറില്ല, ഏറിപ്പോയ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അതും ചെറിയൊരു പോർഷൻ മാത്രമൊക്കെ ആയിട്ട് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യാറായിട്ടുള്ളത്. വെള്ളമൊന്നും തലവണയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. കാരണം നമ്മൾ അധികം നേരം ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടുമെന്നൊക്കെ ഉള്ളത്. ഞാൻ ഇതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഡോക്ടറോട് മുന്നേ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്റ്റിച്ച് ചെയ്യുന്നതിൽ വല്ല കുഴപ്പവും കാര്യങ്ങളും ഉണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഇരിക്കുമ്പോഴായാലും വയറിൻ്റെ അവിടെ ആയിട്ടായാലും അതേപോലെ തന്നെ കണ്ടലിൻ്റെ അവിടെയും കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ അധികം നേരം ഒന്നും ഇരിക്കാറില്ല. ഒരു 5 മിനിറ്റ് ഏറിപ്പോയാൽ നമ്മളൊരു 10 മിനിറ്റ് അതിനും കൂടുതലായിട്ടൊന്നും ഇരിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ മിക്കവാറും അതിനും കുറവായിട്ടൊക്കെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കാറുള്ളൂ. ഒരേ ഇരിപ്പിൽ തന്നെ ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാറില്ല. ചിലപ്പോൾ ഞാൻ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്കും പിന്നെ ചിലപ്പം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അടുത്ത നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യും. അപ്പം ആ ഒരു സമയം മാത്രമായിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിനായിട്ട് എടുക്കാറുള്ളൂ. പിന്നെ ഇരിക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ തലവണയൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ നല്ല കംഫർട്ടും ഉണ്ട്, അതേപോലെ തന്നെ ബാക്ക് പെയിനൊക്കെ നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയണമെന്ന് പറഞ്ഞിട്ട് 1-2 കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് എവിടെയാണെങ്കിലും ഇതേപോലെ തലവണ വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളും ഇതേപോലെ ഈ ഒരു സമയത്ത് സ്റ്റിച്ചൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യാം കേട്ടോ. റെസ്റ്റൊക്കെ പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും മുന്നേ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ പ്രഗ്നൻസിയിലായാലും എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തായാലും എനിക്ക് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ ഡോക്ടറോട് അങ്ങോട്ട് ചോദിക്കാനായിട്ട് ചെയ്തത്, ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണതിൽ എന്തെങ്കിലും കുഴപ്പവും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഞാൻ കുറച്ച് നേരം സ്റ്റിച്ച് ചെയ്തിരുന്നു. ഇപ്പം ഞാൻ അധികം നേരം ഒന്നും ഇരിക്കാറില്ല. ആ ഒരു സമയത്താണ് ഞാൻ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പേര് ഇതേപോലെ കമൻസ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അവർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതേപോലെ പ്രഗ്നന്റ് ആയവർ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേക്കാം കേട്ടോ. ഈ ഒരു കമന്റ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എടുക്കാന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.